നമസ്കാരം. 2015 KCL കുടുംബോണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവേ നമ്മൾ പ്രേക്ഷകരെ കൊണ്ടാണ് പൊതുവേ എല്ലാ കൊല്ലവും ഇത് ചെയ്യാറ്, ഇൻ്റർവ്യൂ ചെയ്യാറ്, ആഘോഷിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു തീരുമാനിച്ചു, നമ്മുടെ സ്വന്തം ഫാമിലി, നമ്മുടെ കുടുംബക്കാർ KCLൻ്റെ ഫാമിലിയായിട്ട് ഒരു 2015 ഓണാഘോഷം നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കാം, ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. നമ്മുടെ വളരെ മിടുക്കളാകാൻ കുറച്ച് 3-6 ആങ്കർസിൻ്റെ കൊച്ചു കുട്ടിയിരിപ്പുണ്ട്, കൊച്ചു വാവിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പറയൂ, വിശേഷങ്ങൾ പറയൂ. ഓണമൊക്കെ അടിപൊളിയായി പോകുന്നു, പ്രോഗ്രാമൊക്കെ നന്നായി പോകുന്നു. നമ്മൾ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു KCL കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുക, പൂവൊക്കെ ഇട്ട് നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. പിന്നെ എന്താ പറയുക, പ്രോഗ്രാമൊക്കെ നന്നായി പോയി. നമ്മൾ ലൈവ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. ഞാനാണെങ്കിൽ മുംബൈ മസാല ചെയ്യുന്നു. അതിൻ്റെ ഒരു ത്രില്ലൊക്കെയാണ്. ആങ്കറായി കയറിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഈ വർഷം ഓണാഘോഷിക്കുമ്പോൾ. ഇവിടെ ചാനലിൻ്റെ കൂടെ ആഘോഷിക്കുമ്പോൾ അതിലേറെ സന്തോഷം. എല്ലാ മെമ്പേഴ്സിൻ്റെയും കൂടെ അടിച്ചു പൊളിച്ച് നമ്മൾ ആഘോഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നല്ല കാര്യം. അപ്പോൾ എന്തായാലും സുഷമ ഭയങ്കര സന്തോഷത്തിലാണ്. ഓണത്തിൻ്റെ പരിപാടി നമുക്ക് ഇനി അടിച്ചു പൊളിക്കാനുള്ളതാണ് അല്ലേ? അപ്പോൾ പ്രോഗ്രാം വളരെ മനോഹരമായിട്ടുണ്ടെന്ന് എല്ലാവരും പറയണം. കുഴപ്പമില്ല. ഹിന്ദി പടങ്ങൾ പുതിയത് വരുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു, എല്ലാവരും അത് കാണുന്നു. അതുകൊണ്ട് ആ പടം ബ്രദേഴ്സ്, യെസ്, ഗുഡ്. അപ്പോൾ പടം നല്ല പടമായിരുന്നു. അപ്പോൾ നല്ലൊരു റീച്ചാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഗുഡ്. ഓക്കെ, നമുക്ക് ഞാൻ അടുത്ത ആളിലേക്ക് പോവാം അല്ലേ? ഞാൻ അഖില, ചെന്നൈ തിയേറ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്. ഈ വർഷം വ്യത്യസ്തമായിട്ട് KCLൻ്റെ കൂടെയാണ് ഓണം ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാം എല്ലാവരും കാണുന്നു അറിയുന്നതിൽ സന്തോഷം. ചെന്നൈ തിയേറ്റർ, സോ യു ആർ ഇൻട്രൊഡ്യൂസിംഗ് തമിഴ് ഫിലിംസ്. ഓക്കെ, ഫൈൻ, ഡൂയിങ് ഗുഡ്, നന്നായിട്ടുണ്ട്. അടുത്തൊരു പടം പുലി വരാമുണ്ട് അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് തകർത്ത് പറയണം ചാനലിൽ. ആൾക്കാർ പുലിക്ക് പാഞ്ഞു കയറണം. അപ്പോൾ നമുക്ക് അടുത്ത മിടുക്കിലേക്ക് പോവാം. ഞാൻ അജ്ന, കളേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിറങ്ങൾ. അപ്പം ഒരുപാട് കോളേഴ്സൊക്കെ വരാറുണ്ട്. അപ്പം ഇക്കൊല്ലാന്നാണെങ്കിൽ KCLൻ്റെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. സാധാരണ നമ്മൾ വീട്ടിലൊന്ന് പൂവിടും, പായസം വെക്കും, സദ്യ ഉണ്ടാവും, ഏറി വന്ന ക്ലാസ്സിലും പോവും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടാണ്. നമ്മുടെ ഫാമിലിയിലല്ലാത്ത ഒരു കുറേ ആൾക്കാരുണ്ട് കൂടെ. അപ്പോൾ ഭയങ്കര ത്രില്ലിലാണ്. അപ്പോൾ അതപ്പോൾ പൂവിടുകയാണ്, പായസം കുടിച്ചു, പിന്നെന്താ അങ്ങനെ പോകുന്നു ഓണം. പായസം കുടിച്ചു, ഇതാണ് മെയിൻ കാര്യം. പിന്നെ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ്സിൽ പോവും. ഇതൊരു ആഘോഷം, ഇതൊരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുക, എല്ലാവരും ഒരുമിക്കുക, അതൊരു ദൈവാനുഗ്രഹമാണ്. ഞാനാരാന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ കളിക്കളം ചെയ്യുന്നൊരു ആങ്കറാണ്. ഓക്കെ, അറിയാം, എല്ലാവർക്കും അറിയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കൊച്ചു മിടുക്കത് സുന്ദര കുട്ടിയുണ്ട്, ചെറിയ കുട്ടി. ഞാൻ ഇൻഹാം, കുട്ടികളുടെ വാർത്തയിൽ ആണ്. എങ്ങനെയുണ്ട് വാർത്തകൾ? എങ്ങനെയുണ്ട് പ്രോഗ്രാം? എങ്ങനെയാണ്? നന്നായി പോകുന്നുണ്ടോ? നന്നായി പോകുന്നുണ്ട്. ഹാപ്പിയാണോ? ഹാപ്പിയാ. എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്? എല്ലാ ദിവസവും ഇല്ല. എന്താ എല്ലാ ദിവസവും ഇല്ലാത്ത? മറ്റു കുട്ടികളുടെ വിശേഷങ്ങൾ വായിക്കുന്നു അല്ലേ? ഓക്കെ, കുറേ പ്രേക്ഷകരുണ്ടോ? വിളിക്കുന്നുണ്ടോ? നന്നായി വിളിക്കുന്നില്ലേ? വാർത്ത പറയലാണ്. എന്തൊക്കെയാണ് വാർത്തയിൽ പറയാറ്? ബേർഡ്സ്, അങ്ങനത്തെ എല്ലാ തിങ്സിനൊക്കെ. ബേർഡ്സ് വാർത്തയിൽ വരണാണോ? ബേർഡ്സ് അല്ല, ഓരോ എന്താണ് ഒരു എക്സാമ്പിൾ പറയൂ, ഞാൻ കേൾക്കട്ടെ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. കാർട്ടൂൺ, ഡിസ്കവറി ചാനൽ, അതിനെ പറ്റിയിട്ടൊക്കെ, ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാണ്? ബേർഡ്സ് മാത്രമേ ഉള്ളൂ? പിന്നെ നേച്ചറിലുള്ള നേച്ചർ ആനിമൽസ്, റൈറ്റ്? ബേർഡ്സ് as well as elephants as well as every animal അല്ലേ? So you enjoy it? Yes. എൻ്റെ പേര് അരുണിമ. ഞാൻ ഹാപ്പി വിഷസ് എന്ന പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്രാവശ്യം വളരെ സന്തോഷവതിയാണ്. കാരണം 2 വർഷമായിട്ട് ഞാൻ KCLനൊപ്പമാണ് ഓണം ആഘോഷിച്ച് വരുന്നത്. പിന്നെന്താ, ഇപ്രാവശ്യം ഇതുപോലെ തന്നെ നന്നായി ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഘോഷിച്ച് വരികയാണ്. ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് തന്നെ റെഡിയായി, പൂക്കളൊക്കെ ഒരുക്കി ഇരിക്കുകയാണ് ഇപ്പോൾ അവിടെ. എന്തായാലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിച്ചു പൊടിച്ച് ആഘോഷിക്കും കേട്ടോ, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത മിടുക്കത്തി കൊടുക്കല്ലേ? എൻ്റെ പേര് വരദ. ഞാൻ KCL സിനി ടൈം പാസിൻ്റെ പ്രോഗ്രാം ചെയ്യാണ്. അത് എല്ലാവർക്കും അറിയാം. 3 ചോദ്യം ചോദിച്ചിട്ട് 3ാമത്തെ ഉത്തരവും കൂടി ശരി വന്നിട്ടുണ്ടെങ്കിൽ നല്ല സമ്മാനമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാവരുടെ അടുത്ത് സമ്മാനം കിട്ടിയോ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടാകേണ്ട, റോട്ടിൽ നിന്ന് എന്നോട് കണ്ടിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ, നിങ്ങളിവിടെ വന്ന് ചോദിക്കണം. പിന്നെ ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓണം KCLൻ്റെ കൂടെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി 2 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം നമുക്ക് ഫുള്ള് സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം സദ്യയൊന്നുമില്ല, പക്ഷേ പായസം മാത്രമേ കിട്ടിയുള്ളൂ. ആ ഒരു വിഷമമുണ്ട്. പിന്നെന്താ, എന്തായാലും സന്തോഷം. ഇങ്ങനെ ഒരു ചാനലിൻ്റെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞത് പണ്ട് സ്വപ്നം കണ്ട കാര്യമാണ്. ഇപ്പം ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ ഓരോരുത്തരും അനുഭവങ്ങൾ പറയല്ലേ? ഓണത്തിന് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അനുഭവം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതെന്ത് കുട്ടി ഇപ്പം ഇപ്പം തന്നെ ചെയ്യണ്ടേ? കുട്ടി വിഷുവിനാണ് ഓണത്തിന് കാര്യം പറയാൻ പോണേ.
ഓണത്തിന് അനുഭവം ഒന്നുമില്ലേ? അടി കിട്ടിയ അനുഭവമാണോ വീട്ടിൽ നിന്ന്? അല്ലല്ലോ. ഒരു മിനിറ്റ് നമുക്ക് ചോദിക്കാം. അങ്ങനെ പറഞ്ഞാൽ ഓണത്തിനായിട്ടുള്ള അനുഭവമല്ല, എന്നാ എപ്പോഴത്തെ അനുഭവം? ഓണ ദിവസം ഉണ്ടായ അനുഭവം അങ്ങനെയൊക്കെ പറയാൻ എനിക്കിപ്പോൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താ പറയാ, ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ. നമ്മൾ ഉറങ്ങില്ല, വേറെ അച്ഛനും അമ്മയൊക്കെ. അപ്പം അച്ഛൻ നല്ല ഉറക്കാം, പിന്നെ അച്ഛൻ വെല്ലിച്ചൻ അങ്ങനെ വണ്ടിയുടെ കീ ഉള്ളവരൊക്കെ നല്ല ഉറക്കാം. അപ്പം നമ്മൾ, എൻ്റെ ചേച്ചിമാർ കസിൻസ് ഉണ്ട്, നമ്മൾ 4 പേര്, 4 പെൺകുട്ടികളാണ്. അപ്പം നമ്മൾക്ക് 2 ചേച്ചിമാർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. എനിക്ക് ഇപ്പം എത്തും, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഉറങ്ങുമ്പോൾ കീ എടുത്തിട്ട് മെല്ലെ അമ്മയോട് മാത്രം പറഞ്ഞിട്ട് അച്ഛനെ ഉറക്കി എടുത്തിട്ട് പോയി. ഞങ്ങൾ ഫുൾ ചുറ്റി അടിച്ചൊക്കെ വന്നു, പക്ഷെ കുറച്ച് ലേറ്റായി പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛനോട് പറയാതെയും പോയി. എൻ്റെ നല്ല തല്ലി കുടുങ്ങിയ ഒരു ഓർമ്മയാണ്, നല്ല ഓർമ്മയുള്ള ഓണം. അടുത്ത കുട്ടിയിലേക്ക് പോവാം. ഇതിൽ എന്തൊരു കുട്ടി ഇരിക്കുന്നത്? ദാണ്ട് പറയും, ഓണങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടാ. അനുഭവം എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. പക്ഷെ എങ്കിലും കഴിഞ്ഞ ഓണത്തിന് ഞാനായിരുന്നു വീട്ടിൽ പായസം വെച്ചത്. പക്ഷെ എല്ലാവരും കുടിച്ചു കേട്ടോ. കുടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് എൻ്റെ ഒരു അനുഭവം. ഇനി അങ്ങനെ ഇനി പായസം വെക്കില്ല എന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നു. മധുരം കുറച്ച് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. പായസം ഉണ്ടാക്കലും തീരും. അപ്പം അന്നത്തെ പായസത്തിന്റെ സ്ഥിതി ആൾക്കാരെല്ലാവരും ഉണ്ടോ? അതുപോലെ തന്നെയല്ലേ എല്ലാവരും ഇപ്പോഴും? നല്ല കാര്യം. അവരിപ്പോഴും അവർ വെക്കണ്ടെന്ന് പറഞ്ഞത് വെക്കാൻ തീരുമാനം നിങ്ങളുടെ ആയിരുന്നു, വെക്കണ്ടെന്ന് പറഞ്ഞിരുന്നോ? അടിപൊളി പായസം പോലെ ഇനി നീ വെക്കേണ്ടവരുണ്ടാവും അല്ലേ? ഒരുപാട് അനുഭവമൊന്നും ഇല്ല, പറഞ്ഞ പോലെ അനുഭവം ഇല്ല എന്നാണ് പറയണം. ഒരുപാട് അനുഭവമില്ല. 10-20 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ ഇവിടെ ആയിട്ട് ഓണത്തല്ലുണ്ടാവും. ഇത് ഓർമ്മ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം മറന്നു. അൽഷിമേഷ് ശേഷ ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. എനിക്കൊന്നും പറയാനില്ല. കുഞ്ഞു മാവല്ലേ, ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ എന്തൊക്കെയെങ്കിലും പറയാണ്ടാവും അല്ലേ? 4-5 ഓണം കൊണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാണ്ടോ അല്ലേ? അപ്പം ഞാൻ അടുത്ത ആരാണ്? ഇതായിരിക്കും സുന്ദരി. ആ നോക്കിയിരിക്കുകയാണ്, ഫോൺ കിട്ടാൻ വേണ്ടേ കൊടുക്കാൻ പോകണോ? ഇത് പിടിക്കി. എനിക്ക് അത്ര വലിയ അനുഭവമൊന്നുമില്ല. നമ്മൾ ഓണത്തിന് പൂവിടല്ലോ, അപ്പം വീട്ടിൽ മെയിനായിട്ട് പൂവിടും. അപ്പം മെയിനായിട്ട് പൂവിട ഞാനും ചേച്ചിയേ ഉള്ളൂ, അമ്മയൊന്നും വരില്ല. സദ്യേൻ്റെ കാര്യമാണ്, അച്ഛനും അമ്മയൊക്കെ അടുക്കളയിലായിരിക്കും. അപ്പം ഞാനും ചേച്ചിയാണ് മെയിനായിട്ട് പൂവിടുക. അപ്പം കഴിഞ്ഞ കൊല്ലം നമ്മൾ കോമ്പറ്റീഷൻ നിന്നിട്ടുണ്ടായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ്റെ. അപ്പം എല്ലാ പ്രാവശ്യവും 2 ദിവസം മുന്നേയൊക്കെ ഉണ്ടാവുക. പക്ഷെ അന്ന് ഓണത്തിൻ്റെ അന്നായിരുന്നു, തിരുവോണത്തിൻ്റെ അന്നായിരുന്നു ഓണം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. 9 to 12 അങ്ങനെ എന്തോ ആണ്. അപ്പം നമ്മളന്ന് രാവിലെ ഫിക്സ് ചെയ്തേ അതുവരെ നമ്മൾ നിൽക്കുന്നില്ല, ഡിസൈൻ ഒന്നും റെഡി ആയില്ല. അപ്പം നമ്മൾ നിൽക്കുന്നില്ല എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. പെട്ടെന്ന് രാവിലെ അച്ഛമ്മ നിന്നേ വെച്ചുള്ളൂ. ഐ മീൻ അവർക്ക് കൊടുത്തതല്ലേ, നമ്മൾ പൈസ കൊടുത്ത് ആദ്യമൊക്കെ സെറ്റാക്കിയതാണ്. അപ്പം നിന്നേ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേ വെച്ചു. അപ്പം ഞങ്ങൾ വെറുതെ പങ്കെടുത്തേക്കാൻ വിചാരിച്ചു. അങ്ങനെ രാവിലെ 9 മണി മുതൽ പൂവിടലോടില്ല, ഡിസൈനൊന്നും ആയില്ല, എന്തൊക്കെ ഇട്ട് പക്ഷേ ഇട്ടു. അപ്പം സദ്യ ഞങ്ങൾ പിന്നെ ചോറുന്നത് 3 മണിക്കാണ്, ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഉച്ചയ്ക്കല്ലേ ഉള്ളൂ. അപ്പം അമ്മ എന്തൊക്കെയോ കാട്ടി. പിന്നെ ഞാനും ചേച്ചിയും 12 മണി 12:30 വരെ നമ്മൾ പൂവിട്ടു. അവർ വന്നു മാർക്കിട്ടു. പ്രൈസൊന്നും കിട്ടിയില്ല, എന്നാലും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഓണസദ്യ എന്നത് 3 മണി 3:30 ആയപ്പോഴാണ്. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അത്രയും ലേറ്റായത്. അതേ ഉള്ളൂ അനുഭവം എന്ന് പറയാൻ മാത്രം, അതിന് മാത്രമൊന്നുമില്ല. കുഴപ്പമില്ല, എന്തായാലും നല്ല അനുഭവമായിരുന്നു അല്ലേ? അനുഭവമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നടിയിലേക്ക് പോവാം. ഓണത്തിന് ഇപ്പം പ്രത്യേകിച്ച് പറയാൻ വലിയ അനുഭവങ്ങളൊന്നുമില്ല. അരുണിമയെ പോലെ തന്നെ ഞാനും കഴിഞ്ഞ അവിടെ പായസം ഉണ്ടാക്കി. പാലടയായിരുന്നു ഉണ്ടാക്കിയത്. പാലട ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റായി എന്ന് എല്ലാവരും പറഞ്ഞു. അവസാനം ഈവനിങ് വന്ന ആൻറ്റിയുടെ ഹസ്ബൻഡ് ലേറ്റായിട്ടാണ് വന്നത് വീട്ടിലേക്ക്. ആൻറ്റി നേരത്തെ എത്തി, ആൻറ്റിയൊക്കെ കഴിച്ചു. പക്ഷേ ഈവനിങ് ആൻറ്റിയുടെ ഹസ്ബൻഡ് ലേറ്റായിട്ടാണ് എത്തി. അപ്പോൾ അവർ വന്നപ്പോഴേക്കും പായസമൊക്കെ തീർന്നു. വീടിൻ്റെ അടുത്ത് എല്ലാവർക്കും കൊടുത്തു. വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കും. മുസ്ലിംസ് അവരൊന്നും അങ്ങനെ അധികം ആഘോഷിക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക, പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിയലും സാമ്പാറൊക്കെ കൊണ്ട് കൊടുത്താൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ പായസമൊക്കെ കൊണ്ട് കൊടുത്ത് ഏകദേശം എല്ലാം തീർന്നു. ഒരു 1-1.5 ഗ്ലാസ്സേ ബാക്കിയുണ്ടായിരുന്നു. അപ്പം പിന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡ് വന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇത്തിരിയേ കിട്ടിയുള്ളൂ, ഒരു 1/2 ഗ്ലാസ്സേ കിട്ടിയുള്ളൂ. അതിന് തന്നെ കുറേ പറഞ്ഞു, കുക്കോ ഈ 4 എനിക്ക് എടുത്ത് വെച്ചില്ലല്ലോ, കുറച്ച് എടുത്ത് വെക്കാൻ, എനിക്ക് അടുത്ത തവണ നീ തന്നെ പായസം ഉണ്ടാക്കണം, എന്നിട്ട് അടുത്ത തവണ എനിക്ക് കുറേ പായസം കുടിക്കണം. ഇപ്രാവശ്യം ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം പായസം. അതാണ് ഒരു അനുഭവം. ഇത് ആൻറ്റി വിളിച്ചു പറഞ്ഞാണ് അങ്ങളോട് തൽക്കാലം വരണ്ടാന്ന്. ഉറപ്പല്ലേ? അങ്ങളോടൊന്ന് ചോദിക്കണം. അല്ല, ആൻറ്റി പറഞ്ഞോ ചേട്ടാ ഇപ്പോൾ വരണ്ട, പായസം കഴിഞ്ഞോട്ടെ, എന്നിട്ട് പരീക്ഷിക്കണ്ട പറഞ്ഞോ ചിലപ്പോൾ. ഇത് അടുത്ത വീട്ടിൽ നല്ല ആഘോഷിച്ചു അല്ലേ? എന്തായാലും അടുത്ത പ്രാവശ്യം ഇതേപോലെ പായസം സാമ്പാർ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കി പഠിക്കുന്നില്ല എല്ലാവർക്കും. ഇതിൽ ആർക്കൊക്കെ പാചകം അറിയാം? എന്താ ഉണ്ടാക്കുക? വെജിറ്റേറിയന് സാമ്പാറും അവിയലും.
അതിപ്പോ റെസിപ്പി ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. സാമ്പാർ ഈസ് നോട്ട് എ സീക്രട്ട് റെസിപ്പി ഫോർ കേരള. സാമ്പാർ ഈസ് എ ട്രഡീഷണൽ എന്താണ്? അത് എന്താ പച്ചക്കറിക്ക് മുറിച്ചിട്ട് സാമ്പാർ പൊടി പിന്നെ എന്തൊക്കെയോ അല്ല അങ്ങനെയല്ല. പിന്നെ അടുപ്പത്ത് വെച്ച് അതൊന്നൊരു പകുതി വേവായി വരുമ്പോൾ നമ്മൾ വറുത്തരച്ച സാമ്പാറാണെങ്കിൽ അതിൽ വറുത്തരച്ച തേങ്ങ ചേർത്തിട്ട് ഒന്ന് വറവിടുന്നവർക്ക് വറവിടാം, അല്ലാത്തവർക്ക് ഉള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് സാമ്പാർ. എല്ലാവരും ഉണ്ടാക്കുക, കുറച്ച് പച്ചക്കറി എടുക്കുക, വെള്ളത്തിലിടുക, എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ എന്തൊക്കെ കുറേ ചെയ്യുക, എന്തൊക്കെ റെഡിയാക്കുക. ഒരാളെടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഓണത്തിന് പറയാനായിട്ടുള്ളത് ഒരു വലിയ രഹസ്യമാണ്. ആ രഹസ്യം എപ്പോഴാണ് പൊളിയാൻ? ഇതിപ്പോ സിനിമയിലെ രഹസ്യം പറഞ്ഞ മാതിരിയാണോ? അല്ല, KCL-ലൂടെ ഒരു വലിയ രഹസ്യം പൊളിയാൻ പോവാണ്. ഒരു 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു ഓണ സെലിബ്രേഷന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു താമരക്കുളത്ത് പോയിട്ടുണ്ടായിരുന്നു താമര പറിക്കാനായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആ താമരക്കുളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ വീട്ടിൽ അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം അമ്മ അവിടെ നിന്ന് കേൾക്കുകയാണ്. അടി കിട്ടുന്നറിയാവുന്നതുകൊണ്ടാണ് പറയാതിരുന്നത്. എന്നിട്ടൊരു സാരി കൊണ്ടടിച്ച പാവാടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചായ ഇളകി മൊത്തം നാശകോശമായിട്ടാണ് വീട്ടിലെത്തിയത്. അതിപ്പോഴാണ് റിവീൽ ചെയ്യുന്നത്. മുമ്പ് പഠിച്ച ടീച്ചേഴ്സൊക്കെ ക്ഷമിക്കുക, ആരോട്ടും പറയാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അഖില, ഇറ്റ് ഈസ് എ ലവ്ലി തിങ് ദറ്റ് യു ഹവ് സെഡ് നൗ. ആക്ച്വലി ഇങ്ങനത്തെ ചില ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം അമ്മേനെ അറിയിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് അമ്മ. അമ്മ കഴിഞ്ഞിട്ട് ലോകത്ത് ആരുള്ളൂ. അമ്മ അറിയിച്ചില്ല, ഈ പ്രോഗ്രാമിൽ അറിയിക്കാതെ കഴിഞ്ഞാൽ ഈ കേൾക്കുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ, നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. കാരണം ഇത് ശരി നിസ്സാര കാര്യമല്ല. ഇത് അടി അമ്മ അല്ല, ഇങ്ങനെ വന്നത് അമ്മ അടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അമ്മമാർ അടിക്കുന്നൊരു അമ്മമാരല്ല. ഒരു എൻ്റെ മകൾ അപകടത്തിൽപ്പെട്ട് തിരിച്ചു വന്നൊരു അമ്മമാർ അടിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ പാട്ട് പാടുന്ന ഒരാളുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് ആരും കൊണ്ട് പാടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആരാ പാടുക ഇതിൽ? കുട്ടി ബാബ പാടുമോ? ഏതെങ്കിലും ഒരു പാട്ട്. പാട്ട് എന്ന് പറഞ്ഞാൽ അത് പാട്ടാണോ? നാട്ടുമാവിലൊരു മൈന കൂട്ടുകൂടുമോ മൈന എൻകിനാവിലെ കൂട്ടിനുള്ളിലെ മായ മൈന നീ എൻ മൈന. നാട്ടുമാവിലൊരു മൈന കൂട്ടുകൂടുമോ മൈന എൻകിനാവിലെ കൂട്ടിനുള്ളിലെ മായ മൈന നീ എൻ മൈന. അപ്പോൾ ഈ കൊച്ചു മോള് പാടിയ പാട്ട്, ഈ പാട്ട് ഞാൻ ടി വിയിൽ പൊതുവെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. കാരണം അനൂപ് മേനോനും വേറൊരു കോളേജ് സീനല്ലേ, വളരെ നല്ലൊരു സിനിമയുടെ പേരെന്താ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 916 നമ്മുടെ മോഹൻ എന്നൊരു ഡയറക്ടറുടെ സിനിമയാണ്. അദ്ദേഹമാണ് ഇതൊക്കെ എടുത്ത് നമ്മുടെ കഥ പറയുമ്പോൾ അതുപോലെ സിനിമകളെടുത്ത് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നത് വളരെ രസകരമായിട്ടൊരു ഒരു 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 എന്താ പറയുക സീനായിരുന്നു കംപ്ലീറ്റ് ആ സോങ്ങിലല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അല്ലേ? അതായിരിക്കുന്ന ഒരാൾ ആടിക്കൊളാക്കിട്ട് ഇന്ന് ചീത്ത പറയുന്നു. ഇല്ല, പാടി തന്നതില്ലേ. തിരുവാതിര തിരുവരങ്ങിൽ പുലർമഞ്ഞിൻ പൂവിരിഞ്ഞു വെയിൽ ചായും കാവുകളിൽ മഴ വന്നാലാരവമായി. തിരുവാതിര തിരുവരങ്ങിൽ പുലർമഞ്ഞിൻ പൂവിരിഞ്ഞു വെയിൽ ചായും കാവുകളിൽ മഴ വന്നാലാരവമായി. പൂവുണരും തൊടിയിൽ കുങ്കുമവും പൂവിളികൾ ആമ്പൽ പൂവനികൾ പൂവിടരും തൊടിയിൽ കുങ്കുമവും പൂവിളികൾ ആമ്പൽ പൂവനികൾ കാടാകെ കാവടികൾ കനകാംബര മഞ്ചരികൾ തുടികൊള്ളും ചാന്തോലും സൗരഭവും. മതി, മറന്നുപോയി ബാക്കി വരും. ഇത്തിരി നേരം പ്രോഗ്രാം ചെന്നിട്ട് ഓണപ്പാട്ട് പാടിയതാ കുട്ടിയാ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കുറച്ച് കലാകാരികൾ ഉണ്ട് ഉള്ളിൽ, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു പാട്ട്. ഞാനെല്ലാം ആരും കൊല്ലാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പാടല്ലേ പാടാൻ പറഞ്ഞിട്ടുള്ളൂ.
ഇവിടെ ഡാൻസ് കളിച്ചോ, ഇവിടുത്തെ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാം നമുക്ക്. ഒരു പാട്ട് ഇതാ. കലാകാരിയാണ്, എന്നിട്ട് ഒന്ന് പാടാണ്ടിരിക്കുകയാണ് ഇത്തിരി നേരമായിട്ട്. കുട്ടി പാട്ടൊക്കെ പാടിയും. കുട്ടിയൊരു പാട്ട് പാട്. ഡാൻസ് കളിക്കാനേ അറിയുള്ളൂ. അപ്പം എല്ലാവരും ഡാൻസ് ഞാൻ എന്ത് ചെയ്യും ഒരു തിരുന്നിട്ട് ഡാൻസ് കളിക്കാം നമുക്ക്. അപ്പോൾ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടി നോക്ക്. ഡാൻസ് അറിയുന്ന ആൾക്കാർക്ക് പാട്ട് അറിയണം. അതും കലയാണ്, ഇതും കലയാണ്. പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. ഉത്രാടപ്പൂനില വന്നോ? എത്തിയിട്ടില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്താണ് നമുക്ക് സ്പെഷ്യൽ ഓണത്തിന് പറയാനുള്ളത്? നമ്മൾ പൂക്കളിട്ടു, നമ്മൾ പാട്ട് പാടി, നമുക്ക് ഡാൻസ് തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ അജന ഒരു ഡാൻസ് കളിക്കാൻ പോവാണ്. ഞാൻ ഒരു പാട്ട് ചെറുതായി പാടിക്കൊടുക്കാം. അവൾ കളിക്കുന്ന പറഞ്ഞേ. അലൈപ്പായുതേ കണ്ണായൻ മനം മിക അലൈപ്പായുതേ അലൈപ്പായുതേ കണ്ണായൻ മനം മിക അലൈപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ കണ്ണായൻ മനം മിക അലൈപ്പായുതേ. വളരെ മനോഹരമായിട്ട് കുറച്ച് നേരം താങ്ക് യു ഫോർ ദിസ്. കാരണം ഓണമാക്കി മാറി ഈ ഒരു പാട്ട്. അതും അലൈപ്പായിട്ട് ഭഗവാന്റെ പാട്ടാണ്. നല്ല പാട്ടാണ്. നല്ല രീതിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡാൻസ് ചെയ്യാമായിരുന്നു, പക്ഷേ നമ്മുടെ വരികൾ അറിയാത്ത പാവം കുട്ടി കടന്ന വരികൾ എന്നെ കഷ്ടപ്പെടുന്നു. ഇനിയിപ്പോൾ എന്താ? ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഡാൻസ് ഇല്ലേ? ഉണ്ടല്ലോ. പിന്നെ അതാണ് വരട്ടെ. അലൈപ്പായുതേ കണ്ണായൻ മനം മിക അലൈപ്പായുതേ അലൈപ്പായുതേ കണ്ണായൻ മനം മിക അലൈപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ കണ്ണായൻ മനം മിക അലൈപ്പായുതേ. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ഡാൻസ്. അലൈപ്പായുതേ അത് നല്ലൊരു ഡാൻസിന് പറ്റിയ, നല്ലൊരു ക്ലാസിക്കൽ ഡാൻസിന് പറ്റിയൊരു പാട്ടാവുന്നതാണ്. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തത് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഓണസദ്യക്ക് പൊതുവെ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാവുക? നമുക്ക് നോക്കാം. എത്ര പേര് കറക്റ്റ് പറയും നമുക്കറിയാം. എടാ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എന്തൊക്കെയാണ് ഓണസദ്യയിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ പ്രൊഡക്ട്സ്? വാട്ട് യു മേക്ക് ഇൻ ഹോം ഫോർ ഓണം? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഫോർ ഓണം? അല്ല, ഈ ഓണത്തിന് സ്പെഷ്യാലിറ്റി എന്താ? ഈ ഓണത്തിന് ഒരാൾ വരുമല്ലോ എല്ലാ കൊല്ലം. പാവ ആളിപ്പോൾ വരുന്നേ ഇല്ല. ഉള്ളിക്ക് 80 രൂപ വില. എങ്ങനെയാണ് വരിക? ഒരു സാമ്പാർ കൂട്ടാൻ പറ്റില്ല, ഒരു ചട്നി കൂട്ടാൻ പറ്റില്ല, നാരങ്ങയ്ക്ക് എല്ലാറ്റിനും വില, നാളികേരത്തിനൊക്കെ ഭയങ്കര വില. അപ്പോൾ നമുക്ക് ഈ സുന്ദര കുട്ടിയെ കൊണ്ട് നമുക്കൊരു ഓണത്തിന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറയും കേട്ടോ. ഒരു മിനിറ്റ്. അവിയൽ, പച്ചടി, കിച്ചടി, സാമ്പാർ, രസം, ചോറ്, പേരി, പപ്പടം, പായസം, വെള്ളം. അപ്പോൾ ഇല വേണ്ട. ഇല പറഞ്ഞ സംഭവമേ വന്നിട്ടില്ല. ഇതൊക്കെ നിലത്ത് വെച്ച് പുളി, അച്ചാറ്. ഈ കോഴിക്കോട് മിക്കവാറും ഓണമൊക്കെ നോൺ വെജിൽ നടക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? ചിക്കൻ കറി ഞങ്ങളെ എന്നുന്നില്ല കേട്ടോ. സദ്യ തന്നെ വേണം. അപ്പോൾ ഈ പൊതുവെ കഴിഞ്ഞ കൊല്ലം ഓണസദ്യ എവിടെ നിന്നായിരുന്നു കഴിച്ചേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? ചിക്കൻ കറി ഉണ്ടായിരുന്നു. എന്താ അമ്മേ ഈ പുറത്തൊക്കെ പോയിട്ടാ? ഇപ്പൊ പറഞ്ഞതെല്ലാം പോയി. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ വീട് വേസ്റ്റ് ആയി. പൊതുവെ കോഴിക്കോട് നോൺ വെജ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും നന്നായി ചിക്കൻ വെക്കണത് ഓണത്തിനാണ്. ഏറ്റവും നന്നായി ചിക്കൻ വെക്കണത് വിഷുവിനാണ്. ശരിക്കും വേറെ ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അവർ സുന്ദരമായിട്ടൊരാഴ്ച വ്രതമൊക്കെ എടുത്ത് ഭംഗിയായിട്ട് എന്താ പറയുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് ഇറച്ചി മീനും കഴിക്കും. അതല്ലാത്ത കോഴിക്കോട് പോലും അതല്ലാത്ത ഒരു മാസം കഠിന വ്രതമെടുത്ത്
പടച്ചതമ്പരാനെ മനസ്സിലാക്കി ഉമിനീര് പോലും ഇറക്കാണ്ട് അവർ ഒരു മാസം വ്രതെടുത്തിട്ടാണ് ഇത് ചെയ്യുക. നമുക്ക് പിന്നെ എന്താവാം, ചിക്കനാവാം, മട്ടനാവാം. പക്ഷേ അത് നോർത്തിൽ മാത്രമേ ഉള്ളൂ. സൗത്തിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്, ഇപ്പോൾ സൗത്തിൽ നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ എല്ലാവരും ഓണം ആഘോഷിക്കണം. ഒരു ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു ഇതില്ല. ദിസ് ഇസ് നോട്ട് എ റിലീജിയണൽ ഒരു ഇതായിട്ട് ചെയ്യില്ല. ദിസ് ഇസ് എല്ലാവരും. ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. ഓണസദ്യ, അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഓണസദ്യ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയ്ക്ക് വിളമ്പി കൊടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഈ പൊതുവേ ഭക്ഷണം വെക്കേണ്ട ഒരു കൂട്ടത്തിൽ ആരാണ് കുറച്ചും കൂടി ഉഷാർ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം എന്താണ്? കുട്ടിയെ കണ്ട് തോന്നുന്നില്ല കേട്ടോ എന്നും ചിക്കൻ കഴിക്കുന്നത്. പിന്നെ ബാക്കി സാധാരണ ചോറും കറിയാണ്. ശരി, കോഴിക്കോട് എന്ന് പറയണത് എല്ലാവരും പറയണത് മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ്റെതല്ല. എല്ലായിടത്തും മീൻ ആയിക്കോറ, മത്തി, ആഗോലി, ആവോലിയോ, ചെമ്മീൻ, കടുക്ക. ഇത് കൊതിപ്പിക്കല്ലേട്ടോ, കോര കൊതിപ്പിക്കല്ലേ. വെറുതെ ഇവിടെ നിന്ന് നമ്മളൊന്നും കഴിച്ചിട്ടില്ല എന്ന്. ഓണം ദിവസം എന്തായാലും പൊട്ടിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണ് ഓണത്തിന്? ഓണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് കൂട്ടുകറിയാണ്. പിന്നെ അവിയൽ ഇഷ്ടമാണ്. പിന്നെ ചോറും കറിയും ഇഷ്ടമാണ്, സാമ്പാർ. ഇതിപ്പോൾ എല്ലാം ആയി. പായസം ഈ ഓക്കെ. ഇതിൽ ഒരു ഫസ്റ്റ് എന്താ വിളമ്പുക? പൊതുവെ ഓണസദ്യക്ക് എന്താണ് ആദ്യം? ഇപ്പോൾ പൊതുവെ എല്ലാറ്റിനും വിളമ്പും. പിന്നെ അത് കഴിഞ്ഞ് വരാൻ പോണ സാധനങ്ങൾ എന്തൊക്കെയാണ്? യെസ്. അപ്പോൾ ശരിക്കും ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. പാവം കുട്ടി കഴിക്കാറില്ല. എന്തൊരു തടിയാ എന്നെ പോലെ. അപ്പോൾ അവിടെ പോവാം. ഓണത്തിന് സദ്യ തന്നെ. നോൺ വെജിനോട് ഇഷ്ടമാണ്, പക്ഷെ ഓണത്തിന് സദ്യ അല്ലേ നല്ലത് അല്ലേ? ഓണം എത്ര ഉണ്ടായാലും രസം ഉണ്ടാവില്ല. സദ്യ തന്നെ വേണം. പായസമൊക്കെ കൂട്ടി ലാസ്റ്റ് തിന്നു കഴിഞ്ഞിട്ട് പായസത്തിന് കൂടെ പപ്പടം കൂടി അടിപൊളിയാ. പിന്നെന്താ, പിന്നെ ഏറ്റവും ഇഷ്ടം ഇവള് പറഞ്ഞ പോലെ കൂട്ടുകറിയാണ്. നോൺ വെജിൽ എനിക്ക് മെയിൻ ഫിഷൊക്കെ ഇഷ്ടമാണ്. കടുക്ക, ചെമ്മീൻ, കൂന്തള്, ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വിഷുവിനാണ് തോന്നുന്നു നോൺ വെജൊക്കെ ഉണ്ടാവും. കോഴി പൊരിച്ചതൊക്കെ ഉണ്ടാവും. എനിക്കിഷ്ടമാണ്. എനിക്ക് പൊരിച്ചതൊക്കെ തന്നെ കൂടുതൽ ഇഷ്ടം. എന്നാലും സദ്യ ഇഷ്ടമാണ്. സദ്യയിൽ എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞാൽ എനിക്ക് കൂട്ടുകറിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവിയൽ, പിന്നെന്താ പായസം, ലാസ്റ്റ് ഇങ്ങനെ പപ്പടവും പഴമൊക്കെ കൂട്ടിയിട്ട് നല്ല രസമല്ലേ. പക്ഷേ ഇത് അങ്ങനെ മാത്രമേ കുടിക്കുള്ളൂ. അങ്ങനെയല്ല, നല്ല വൃത്തിയില്ലേ. സദ്യ അങ്ങനെ ഇഷ്ടമില്ല. ഈ ചോറ് പിന്നെ അങ്ങനത്തെ ചോറ് ഫ്രൈ. സദ്യയിൽ ഏറ്റവും ഇഷ്ടം അവിയലാണ്. അത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അവിയലാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കിയാൽ. അത് എന്തുണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. നമ്മൾ ആദ്യം തന്നെ നല്ല തൂശിലിങ്ങനെ മുറിച്ച് അതിൽ ആദ്യം ഉപ്പ് പറഞ്ഞ പോലെ, പിന്നെ കായ വറുത്തത്, ശർക്കര ഉപ്പേരി, അച്ചാർ, പുളിയിഞ്ചി, പിന്നെ പരിപ്പും നെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരി, അത് 2 തരം ഉപ്പേരി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കൂട്ടുകറി, പിന്നെ അവിയൽ, പിന്നെ കാളൻ ഉണ്ടാവും, പിന്നെ ഓലൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ചോറ് വിളമ്പും, പപ്പടം വെക്കും, പഴവും വെക്കും സൈഡിൽ, പിന്നെ ചോറ് വിളമ്പി നടുവിൽ സാമ്പാർ ഒഴിക്കും, രസം ഉണ്ടാവും വേറെ മാറ്റി വെച്ചിട്ടുണ്ടാവും, പിന്നെ തൈര് ഉണ്ടാവും. ഇത്ര ഐറ്റംസാണ് എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുക. പച്ചടി ഉണ്ടാവും. കക്കിരിയുടെ പച്ചടി ആയിരിക്കും അമ്മ അധികം ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ മുറിച്ച് അമ്മ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പണ്ട് ഓണത്തിന് ഞാനൊക്കെ കുട്ടിക്കാലത്ത് വരുമ്പോഴേ, ഇപ്പോൾ എൻ്റെ അമ്മാമ്മക്ക് മരിച്ചുപോയി. പാവം നല്ലൊരു മനുഷ്യൻ, രാധാകൃഷ്ണനായിരുന്നു, മരിച്ചുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ തന്നെ അമ്മാവൻ. പുള്ളിയാണ് ഓണത്തിന് നമുക്ക് പൈസ തരാം. മെയിനായിട്ട് പുള്ളിയാണ് എനിക്ക് പൈസ തരാം എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി. അന്നൊക്കെ ഈ പൊറോട്ട കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവേശത്തിൽ, കാരണം അവിടെ നിന്ന് സാധനം കിട്ടില്ല. ഈ പൊറോട്ട ബീഫൊക്കെ കഴിച്ചിരുന്നു പണ്ട്, ഇപ്പം ഇല്ല, ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തറവാടുകളൊക്കെ പൊതുവേ ഈ മാവും കൊണ്ട് ഇങ്ങനെ ഇത് കാണും. മാവും കൊണ്ട് എന്താ പറയുക, നമ്മുടെ കൈയാട് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തറവാടുകളിൽ മാവും കൊണ്ട് കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടുണ്ടോ? അല്ല, കയ്യിൽ മാവും കൊണ്ട് ഇങ്ങനെ എല്ലാ വാതിലുകളും ഓണത്തെ സമയത്ത് ഉണ്ടാവും. പിന്നെ ഒരു മണ്ണും ഉണ്ടാക്കിയ സാധനം ഉണ്ടാവും. അതിൻ്റെ പേരിക്ക് അറിയില്ല. ഒരു കുടയുണ്ടാവും. ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. പക്ഷെ അത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ആചാരമായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ഓലക്കോട ഇപ്പോൾ കുറേ കിട്ടാനില്ല, കുടയൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മുടെ ഈ 2015 ഈ ഓണം ഞങ്ങളുടെ എല്ലാ ഒരു കുടുംബക്കാരോടൊപ്പം പങ്കുവെച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതീതമായ സന്തോഷമുണ്ട്. എല്ലാ ഓണവും ഇതുപോലെ ഭംഗിയായിട്ട് മാറട്ടെ. എല്ലാവർക്കും, നമ്മൾ കാണുന്നവർക്കും എല്ലാവർക്കും ആയുഷ്യും ആരോഗ്യവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് KCL കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.